السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് കഴിഞ്ഞ 8 മാസമായി കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഷയസംബന്ധിയായ ചർച്ചകളുടെ, പ്രചാരണ പ്രവർത്തനങ്ങളുടെ പര്യവസാനം. ഈ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഒരു സാമൂഹികമായ നിർബന്ധത്തെ ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ ഒരു ചരിത്രസന്ധിയായിക്കൊണ്ടായിരിക്കും. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം അതിൻ്റെ പേരിലും പ്രവർത്തനങ്ങളിലും ആശയങ്ങളിലും ആദർശങ്ങളിലും തത്വങ്ങളിലും സിദ്ധാന്തങ്ങളിലും കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം സമാധാനത്തിൻ്റെ സമാധാനത്തിന്റെ ആദർശത്തിലേക്ക്, ഈ ജീവിതക്രമത്തിലേക്ക് ആളുകൾ കടന്നു വരികയാണുണ്ടായത്. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി മക്കയിലെ ഏതാനും മാളുകളിലൂടെ വികസിച്ച് മദീനയിലെത്തി. അത് വീണ്ടും വികസിച്ച ഒരു രാഷ്ട്ര സംവിധാനമായി. അവിടെ നിന്ന് അറബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുടെയും ഭരണസാരഥ്യം അരുളിക്കൊണ്ടുള്ള, ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ടുള്ള ഇസ്ലാമിക സാമൂഹിക സംവിധാനത്തിന്റെ കീഴിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ
ഒരു രാഷ്ട്ര സംവിധാനം രൂപപ്പെട്ട് ആ രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിക ആദർശവുമായി മുസ്ലിങ്ങൾ കടന്നു ചെന്നത് ഈ ശാന്തി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ശാന്തി സന്ദേശത്തിലേക്ക് കലുഷിതമായ മനസ്സുകളുള്ള ആളുകൾക്ക്, ശാന്തി ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക്, സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇസ്ലാം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വളർന്നു വന്നത്. അങ്ങനെ വളർന്നു വന്ന ഇസ്ലാം തികച്ചും സമാധാനപരമായി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വളരുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഇസ്ലാമിനെയാണ് ആധുനിക കാലഘട്ടത്തിൽ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീകരനും കലാപകാരിയുമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ മാത്രം നടന്നതല്ല. ആധുനിക കാലഘട്ടത്തിൽ അതിന് രാഷ്ട്രീയമായ പരിവേഷങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞയുടനെ തന്നെ ക്രിസ്ത്യൻ മിഷനറിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കലാപകാരിയും കലഹപ്രിയനും രക്തക്കൊതിയനും ചോര ചിന്തുന്നയാളും യുദ്ധക്കൊതിയനുമെല്ലാമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് യഥാരൂപത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്കുള്ള അവരുടെ അടിസ്ഥാനപരമായ ചോദനകളുടെ ഉത്തരമായി കൊണ്ടാണ്, ശാന്തി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന ആദർശമായി കൊണ്ടാണ്. ഇവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കിക്കൊണ്ട് ആ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കി ആ ബന്ധത്തിലൂടെ മനുഷ്യ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം എങ്ങനെ ശാന്തി കൈവരിക്കാമെന്ന്, സമാധാനം കൈവരിക്കാമെന്ന് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഈ സമാധാനത്തിന്റെ ആദർശമാകട്ടെ ലോകത്തിലെങ്ങും വളർന്നത് ശാന്തമായിട്ടാണ്, ശാന്തിയോടുകൂടിയാണ്, സമാധാനത്തോടു കൂടിയാണ്. പക്ഷേ ഈ ആദർശത്തെയാണ് കലാപത്തിന്റെ ആദർശമായി പരിചയപ്പെടുത്തുവാൻ ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം മുതൽക്ക് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം കടന്നു വന്ന ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ, ഇസ്ലാം വളർന്ന ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക തികച്ചും ശാന്തമായി സമാധാനത്തോടുകൂടി ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നുവെന്നാണ്. ചേരമാൻ പെരുമാൾ മസ്ജിദുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രകാരം ക്രിസ്താബ്ദം 621 സ്ഥാപിക്കപ്പെട്ടതാണ് ചേരമാൻ പെരുമാൾ പള്ളി. അപ്പോൾ അതിനു മുൻപായിരിക്കണം ചേരമാൻ പെരുമാൾ മഹാരാജാവ് ഇസ്ലാം സ്വീകരിച്ചത്. കേരളമടങ്ങുന്ന തമിഴകത്തിലെ വ്യത്യസ്ത ചോളന്മാരും പാണ്ഡ്യന്മാരും അതേപോലെ തന്നെ ചേരന്മാരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഭരിച്ചു വന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഭരിച്ച ചേര ചക്രവർത്തിമാരെയാണ്, ചേര രാജാക്കന്മാരെയാണ് ചേരമാന്മാർ എന്നറിയപ്പെട്ടത്. ആ ചേരമാന്മാരിൽ അവസാനത്തെ വ്യക്തി ചേരമാൻ പെരുമാൾ എന്ന് അറിയപ്പെട്ട വ്യക്തി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ തന്റെ കണ്ണുകൊണ്ട് വീക്ഷിക്കുകയും അങ്ങനെ അതിന്റെ കാരണമന്വേഷിക്കുകയും അങ്ങനെ പ്രവാചക നിയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിക്കുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോവുകയും അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് സലാലയിൽ വെച്ചോ യമനിൽ വെച്ചോ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തോടൊപ്പം കടന്നു വന്ന മാലിക് ദീനാറിനും കൂട്ടർക്കും അദ്ദേഹം എഴുതിയ എഴുത്ത് അവരുടെ കൈകളിൽ അദ്ദേഹം ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് എഴുത്ത് നൽകുകയും ആ എഴുത്തുമായി കടന്നു വന്ന മാലിക് ദീനാർക്കും കൂട്ടർക്കും കേരളത്തിൽ കൊടുങ്ങല്ലൂർ പ്രവിശ്യയെ ഭരിച്ചിരുന്ന ആളുകൾ സകലവിധ സൗകര്യങ്ങളും നൽകുകയും കേരളത്തിലെ കൊല്ലത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ 11 പള്ളികൾ എടുക്കുവാൻ അനുവാദം നൽകുകയും ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ക്രിസ്താബ്ദം 621 ആരംഭിച്ച ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം രേഖകൾ ശരിയാണെങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നു എന്ന് വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നത് കലാപമായിട്ടാണ് എന്നും യുദ്ധമായിട്ടാണ് എന്നും വാളായിട്ടാണ് എന്നുമെല്ലാം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ എടുക്കുന്ന ചരിത്രം പലപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് കടന്നു വന്ന രാജാക്കന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ക്രിസ്താബ്ദം 621 കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരികയും കേരളത്തിലൂടെ
ദക്ഷിണേന്ത്യയിലെ പ്രദേശങ്ങളിലും പിന്നീട് ഉത്തരേന്ത്യയിലെ പ്രദേശങ്ങളിലേക്കും ഇസ്ലാം വ്യാപിക്കുകയും ചെയ്തതിന് ശേഷമാണ്, ഏകദേശം ഒരു 1.25 നൂറ്റാണ്ടിന് ശേഷമാണ്, ക്രിസ്താബ്ദം 738 അന്നത്തെ അമവയ്യ ചക്രവർത്തിയായ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ബിൻ ഖാസിം അദ്ദേഹത്തിന്റെ സാമ്രാജ്യ വികസനത്തിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ അദ്ദേഹം ഒരു രാജകീയമായ ആക്രമണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സാമ്രാജ്യ വികസനം ഉണ്ടാകുന്നത് ഇസ്ലാം ഇവിടേക്ക് കടന്നു വന്ന് 1.25 നൂറ്റാണ്ടിന് ശേഷമാണ് എന്നർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ലോകത്തിലെങ്ങുമുള്ള ചരിത്രം. ഇസ്ലാം തികച്ചും സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി കടന്നു വരികയും ആ ഇസ്ലാമിക ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ ഈ പ്രബോധകന്മാർ സമർപ്പിക്കുകയും സട്ടാവ് മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ള ആശയം, സട്ടാവിന്റെ മുന്നിൽ മാത്രമാണ് മനുഷ്യർ തലകുനിക്കേണ്ടത് എന്ന ആശയം, സട്ടാവിനോട് മാത്രമേ മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന ആശയം, ആ സട്ടാവിന്റെ മുന്നിൽ മനുഷ്യരെല്ലാം സമന്മാരാണ് എന്നുള്ള ആശയം, ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശവും സാമൂഹ്യ ഘടനയും ഒരേപോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് മുഴുവനും ഇസ്ലാം വളർന്നത്. ഇന്ത്യ രാജ്യത്തിൽ ഇസ്ലാം വളർന്നത് അങ്ങനെയാണ്, കേരളത്തിൽ ഇസ്ലാം വളർന്നത് അങ്ങനെയാണ്. ജാതീയത കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന പ്രദേശത്ത് വിഗ്രഹങ്ങളും ശവകുടീരങ്ങളും വ്യാജ ദൈവങ്ങളും ആൾ ദൈവങ്ങളും സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം ആരാധിക്കപ്പെട്ടിരുന്ന നാട്ടിൽ ജാതികളും ഉപജാതികൾക്ക് വീണ്ടും ഉപഗോത്രങ്ങളുമെല്ലാമായി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കരാളമായ രൂപത്തിൽ നിലനിന്നിരുന്ന നാട്. അവിടേക്കാട് ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്ന സന്ദേശവുമായി ഇസ്ലാം കടന്നു വരുന്നത്. ആ സന്ദേശത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനുമെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഒരേ സട്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി, ഒരേ സട്ടാവിനോട് മാത്രം ആരാധിക്കുന്നവരായി, അവന്റെ മുന്നിൽ മാത്രം സാഷ്ടാംഗം നമിക്കുന്നവരായി. അങ്ങനെ ആ സാഷ്ടാംഗം നമിക്കുന്നവരുടെ കൂടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും ഇന്ത്യ രാജ്യത്തിലുണ്ടായിരുന്ന 3000-ഓളം വരുന്ന ജാതികളിൽപ്പെട്ട ആളുകളും 25,000-ഓളം വരുന്ന ഉപജാതികളിൽപ്പെട്ട ആളുകളും പരസ്പരം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പരസ്പരം കണ്ടുകൂടായ്മയും എല്ലാം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിന്റെ സുന്ദരമായ ആദർശത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സാമൂഹ്യമായ മാറ്റം, ആ മാറ്റം സൃഷ്ടിച്ച സാമൂഹ്യ വിപ്ലവം യഥാർത്ഥത്തിൽ കേരള സംസ്ഥാനത്തെ മാറ്റി നിർത്തുന്ന ഒരുപാട് സവിശേഷതകളിലൊന്ന് ഇസ്ലാമിന്റെ ആഗമനമാണ്. ഇസ്ലാം ഇവിടെ സൃഷ്ടിച്ച സാമൂഹ്യ വിപ്ലവമാണ്. ആ വിപ്ലവത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങളാണ് എന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. ഞാൻ അങ്ങോട്ട് കടന്നു പോവുകയല്ല. ഇങ്ങനെ ഇസ്ലാം സമാധാനപരമായി ഇവിടെ വളർന്നു വരികയും ഇസ്ലാമിക ആദർശങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും വ്യാപിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഇവിടെ ഉണ്ടായത്. രാജകീയമായ ശാസനക്കനുസൃതമായി കടന്നു വന്നവരുടെ ആദർശം എന്നുള്ള നിലക്ക് കേരളീയ സമൂഹം ഇസ്ലാമിനെ ആദരിക്കുക മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് ഉന്നതമായ സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. ആദിമ കാലഘട്ടത്തിൽ കേരളം സന്ദർശിച്ച ചൈനീസ് അറേബ്യൻ സഞ്ചാരികൾ രേഖപ്പെടുത്തുന്നത് കേരളത്തിലെ മലബാർ കോസ്റ്റിൽ, മലബാർ കടപ്പുറത്ത് മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളുണ്ടായതും മുസ്ലിം പള്ളികളുടെ നിലനിൽപ്പും അതിന്റെ ആർക്കിടെക്ചറും എല്ലാം വിവരിക്കുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ ഉന്നതാവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഉന്നതരായിരുന്ന മുസ്ലിങ്ങൾ അവരുടെ സാമൂഹ്യമായ ഉന്നതാവസ്ഥ പിന്നിലേക്ക് പോകുവാൻ ആരംഭിച്ചത് ഇവിടെ 1598 ആദ്യമായി പോർച്ചുഗീസുകാർ കടന്നു വരുന്നതോടുകൂടിയാണ്. ഞാൻ ചരിത്രം പറയുകയല്ല, പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, പോർച്ചുഗീസുകാർ 1598 മെയ് മാസം 20-ാം തീയതി വാസ്കോ ഡ ഗാമ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്ന സന്ദർഭം മുതൽക്ക് അതിനു മുൻപ് തന്നെ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തെക്കുറിച്ച് വിവരമറിഞ്ഞ മുസ്ലിങ്ങൾ, കച്ചവടക്കാരായ മുസ്ലിങ്ങൾ, സമുദ്ര വ്യാപാരികളായ മുസ്ലിങ്ങൾ മലബാറിലെ സാമൂതിരി രാജാവിനെ അറിയിക്കുകയും അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് പോർച്ചുഗീസുകാരെ തടഞ്ഞു നിർത്തുവാൻ, പ്രതിരോധിക്കുവാൻ വേണ്ടി കപ്പലുകൾ നിർമ്മിക്കുകയും ആ കപ്പലുകൾ ഓട്ടുവാൻ ആവശ്യമായ കപ്പൽ നാവികന്മാരെയും കപ്പലുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന നാവികന്മാരെയും സാമൂതിരിയുടെ നാവികന്മാരായി സൈന്യത്തിൽ ഉൾപ്പെടുത്തുവാൻ ഇവരാവശ്യപ്പെടുകയും
ആ നാവികന്മാരെ മുസ്ലിങ്ങൾ നൽകുകയും അവർക്ക് മരക്കാന്മാർ എന്ന് പേരിടുകയും ആ നാവിക നേതാവിന് കുഞ്ഞാലി മരക്കാർ എന്ന് പേരിടുകയും ചെയ്തു എന്ന് ചരിത്രം. അവിടെ നിന്ന് കുഞ്ഞാലി മരക്കാർ നേതൃത്വത്തിൽ 1598 ആരംഭിച്ച പോർച്ചുഗീസുകാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് കുഞ്ഞാലി നാലാമൻ 1600 തൂക്കിലേറ്റപ്പെടുമ്പോൾ ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന സമരത്തിലൂടെ കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് നഷ്ടമായത് അവരുടെ കച്ചവടമായിരുന്നു, അവരുടെ ഊർജമായിരുന്നു, അവരുടെ സമ്പത്തായിരുന്നു, അവരുടെ കൃഷിയായിരുന്നു. കേവലം ഉന്നതരായിരുന്ന മുസ്ലിങ്ങൾ കുടിയാന്മാരായി തരതാഴ്ത്തപ്പെടുന്നതിലേക്കാണ് ചരിത്രത്തിൽ അവിടെ സംഭവിച്ചത്. പിന്നീട് വന്ന എല്ലാ അധിനിവേശ ശക്തികളും മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പിന്നോക്കക്കാരായി മാറിയത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പിന്നോക്കക്കാരായി മാറിയ മുസ്ലിങ്ങളെ ആദർശപരമായി യോജിപ്പിക്കുന്നതിന് വേണ്ടിയും ആദർശപരമായി മുന്നിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയും സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുസ്ലിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ട സമുദായ നേതൃത്വം, പണ്ഡിത നേതൃത്വം മുസ്ലിങ്ങളുടെ അധമാവസ്ഥയെ, അധോഗതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ ആദർശത്തിന്റെ നൂലുകളിൽ കോർക്കുകയും ആ ആദർശത്തെ, യഥാർത്ഥത്തിലുള്ള തൗഹീദി ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഖൈർ ഉമ്മത്ത് എന്നുള്ള സങ്കല്പത്തെ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ഖൈർ ഉമ്മത്തിനെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലെ നാഴികക്കല്ലുകളിൽ നമുക്ക് ഇക്കാര്യം കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഈ ആദർശപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ സംസ്കരിക്കുവാനും സമൂഹത്തിന് നേതൃത്വം നൽകുവാനും രാഷ്ട്രീയവും സാംസ്കാരികവും സാമുദായികവും വിദ്യാഭ്യാസപരവും മതപരവും എല്ലാമായിട്ടുള്ള രംഗങ്ങളിൽ സമുദായത്തിന്റെ മുന്നിൽ നടക്കുകയും സമുദായത്തിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമുദായത്തിന് എന്താണോ നന്മ അതിലേക്ക് സമുദായത്തെ നയിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ആദർശത്തിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ജീവിത വീക്ഷണത്തിന്റെ വിഷയത്തിൽ, അതിന്റെ പ്രബോധനത്തിന്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാതെ മുന്നോട്ടു പോവുകയും ചെയ്തതുകൊണ്ടാണ് കേരള മുസ്ലിങ്ങൾക്ക് വ്യതിരിക്തമായ അസ്തിത്വമുണ്ടായത്, ശ്രദ്ധേയമായ വ്യക്തിത്വമുണ്ടായത് എന്ന് ഏത് ചരിത്രകാരനും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അവിടെയാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ആ ഇസ്ലാഹി പ്രസ്ഥാനമാണ് കേരളീയ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിനെ പച്ചയായി പരിചയപ്പെടുത്തുകയും സമാധാനത്തിന്റെ ആദർശമാണ് ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തത്. അതിന് കാരണമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ, ആഗോളവൽക്കരണത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ തമസ്കരിക്കുവാനും ഇസ്ലാം ഭീകരതയുടെ ആദർശമാണ് എന്ന് മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതല്ലാത്ത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായി പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെല്ലാം ഭീകരതയുടെ ചിഹ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഇസ്ലാം സമാധാനത്തിന് എന്ന സന്ദേശവുമായി ഇസ്ലാഹി പ്രസ്ഥാനം സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ 8 മാസക്കാലം ഈ സന്ദേശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ പരിശ്രമിച്ചത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പ്രവർത്തനം അവസാനിക്കുകയല്ല, ഈ പ്രവർത്തനം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ നേതൃത്വം പുതിയ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന നൽകിക്കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ഇസ്ലാമിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ നമ്മൾ അവതരിപ്പിക്കും. ഈ ആദർശത്തെ കേരളീയ സമൂഹത്തിന് സമർപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കുവാൻ ആര് ശ്രമിച്ചാലും ആ വിലങ്ങ് തടികളെ മുഴുവനും തട്ടിമാറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ആദർശ പ്രബോധനത്തിന്റെ രംഗത്ത് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ നേതൃത്വത്തിന്റെ പിന്നിലുണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്നിവിടെ നടന്ന മഹാസമ്മേളനം. ആ പ്രഖ്യാപനം കണക്കിലെടുത്തുകൊണ്ട് ഈ നേതൃത്വത്തോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക്, സദസ്സിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക്, വിനീതനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ ആദർശ പ്രബോധനത്തിന്റെ പുതിയ പരിണാമഗുപ്തിയിൽ പുതിയ പ്രവർത്തനങ്ങളുമായി പുതിയ പ്രഖ്യാപനങ്ങൾ കാതോർക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരണു അളവ് തൗഹീദി പ്രസ്ഥാനം പഠിപ്പിച്ച പാതയില്ലെന്ന്
വ്യതിചലിക്കാതെ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥത്തിലുള്ള പ്രബോധനം നിർവഹിക്കുവാൻ ആവശ്യമായ പുതിയ പദ്ധതികളുമായി, പുതിയ പ്രമേയങ്ങളുമായി, പുതിയ ക്യാമ്പയിനുകളുമായി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം രംഗത്ത് വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തകർ. അതുകൊണ്ട് ഈ പ്രവർത്തകരെ നിരാശപ്പെടുത്താതെ പുതിയ പ്രവർത്തനങ്ങളെ ഈ പ്രവർത്തകർക്ക് മുന്നിൽ വരച്ചു കാണിച്ചു കൊടുക്കണമേ എന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് അതിജയിക്കുവാനുള്ള ഈമാനികമായ കരുത്ത് നേടിയെടുത്തുകൊണ്ടാകണം നമ്മളിവിടെ നിന്ന് പോകേണ്ടത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കേരള മുസ്ലിങ്ങളുടെ ഉയർച്ചയുടെ നാൾ വഴികൾ ചരിത്രത്തിന്റെ പിൻബലത്തിൽ അവതരിപ്പിച്ച നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ സാഹിബിന്